എന്റെ രീതി ഞാനൊന്ന് നോക്കട്ടെ. മൂപ്പരെ കയ്യിൽ നിന്ന് ഒരുപാട് രീതികളുണ്ടാവും. ഓക്കെ, മൂപ്പര രീതിയിലുള്ള ഉത്തരാണ്. ഇപ്പൊ എന്താ വരാൻ പോണേ നോക്കാം. If you are forced the question down to which major scripture contains the largest quantity of harshest descriptions of divinely sanctioned violence, the answer most scholars point to is Hebrew Bible, or especially പോയി the കയ്യിൽ നിന്ന് historical പോയില്ലേ, book. സാധനം പോയില്ലേ. ആ മുഖത്തൊന്ന് നോക്കിക്കളി. ശത്രുക്കൾക്ക് പോലും ഇത്തരം ഇങ്ങനെ അവസരം കൊടുക്കുന്നതാണ്. എനിക്കെന്നെ സാധാരണ തോന്നിപ്പോയിട്ടോ. നമുക്കത് സംഭവം എന്താണ് ഇത്? വേറൊന്നുമല്ല, ഇത് ലൈവിൽ ഇത്ര മനുഷ്യന്മാരുടെ മുന്നിൽ ഇത്ര കോൺഫിഡൻസിൽ നിക്ക് ഞാൻ ലൈവ് ഓപ്പൺ ആക്കാം. ഞാൻ എന്റേതായ രീതികളിൽ നോക്കട്ടെ. മോസ്റ്റ് സ്ക്രിപ്ചർ വൈസ് എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ വോക്കല്ല, അതുകൊണ്ട് നേരെ പറഞ്ഞോന്നൊക്കെ പറഞ്ഞു. എന്റെ അടുത്തൊരു പൊടിക്കായുണ്ട്, ഞാനത് ഇട്ട ഉത്തരം കിട്ടുന്ന അപ്പൊ ഹീബ്രു ബൈബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടൊന്ന് ഒന്നാലോചിച്ചൊക്കെ, ഇതല്ലാത്ത വേറൊരു ഭാഗം, ഇയാളൊരു നാസ്തികനാണ്, നിരീശ്വരവാദിയാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ശരിക്കും ഈ ബൈബിൾ ആണ് എന്നുള്ളത് കൊണ്ട് ഇയാൾക്കൊരു പ്രശ്നം തോന്നേണ്ടതോ അല്ലെങ്കിൽ വീണ്ടും വേറെ ട്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും എന്താണ് പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ എല്ലാ മത ഗ്രന്ഥങ്ങളും പ്രശ്നമാണ്. അപ്പൊ ആയിക്കോട്ടെ, ബൈബിൾ ആണ് എന്നുള്ളത് പറയണം. സംബന്ധിച്ച് പ്രബോധനത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആളുകളോട് കണ്ടോളൂ, നിങ്ങൾ കണ്ടില്ലേ ഇത് പ്രശ്നമാണ്, അത് ആ ഇഷ്യൂ ഉണ്ട്, മതം മുഴുവൻ പ്രശ്നമാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നെക്സ്റ്റ് എക്സ്പെക്ടഡ്. പോരാ, അല്ല, ഇതില് തന്നെ പറയുന്നുണ്ട് എന്ത്, എല്ലാ ഇതിലും വാറിനെ കുറിച്ചും ബാറ്റിൽസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ കമ്പാരിറ്റീവ്ലി കൂടുതൽ ബൈബിളിലാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ വേണേ പറയാം, കണ്ടോ മറ്റു ഗ്രന്ഥങ്ങളിലും ഉണ്ട്, ഈ ഗ്രന്ഥത്തിലുണ്ട്, ഗീതയിലുണ്ട്, ഖുർആനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ മതം വയലന്റ് ആണെന്ന് വേണമെങ്കിൽ ഇയാളുടെ പൊതുവായ രീതി വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. അതൊന്നും പറ്റൂല, ഇയാൾക്ക് ഇസ്ലാമിനെ തന്നെ വേണം. ആ ഉത്തരം കിട്ടുന്നത് വരെ ഇയാള് ഡിസ്റ്റർബ്ഡ് ആണ്. നോക്കാം ബാക്കി എന്തൊക്കെ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നത്. Two is Hebrew Bible, Old Testament, especially the historical books from Deuteronomy through 2 Kings. ഇതാണ് പറയുന്നത്. അതിൽ ഇസ്ലാം by comparison Quran has explicit battle verses, but they are fewer, shorter, and almost always tied to a specific conflict Muhammad faced. പാവടോ, ബൈബിൾ ആണെന്ന് പറയുകയും ചെയ്തു. ഖുർആനിൽ കുറവാണ്, ഷോർട്ടറാണ്, പ്യുവർ ആണ്. അതാകട്ടെ ഉള്ളതാകട്ടെ അത് കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണെന്നുള്ളതാണ്. ഇത് ഈ മനുഷ്യന്റെ വായക്കൂടെ തന്നെ പറയിപ്പിച്ചല്ലോ. അതാണ്. The New Testament is largely non-violent. Hindu epics contain vast war scenes, yet they are framed as tragic duty with strong anti-war commentary. Buddhist and Taoist canons mention killing, but nowhere near the scale. ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇതൊന്നും നമുക്കിതൊന്നും പോരാ, നമുക്ക് ഈ സാധനം ഒന്നും പോരാ. നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ചു ഇസ്ലാമിനെ പറ്റിയൊരു സാധനം കിട്ടിയാൽ സമാധാനമുണ്ട്. നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാം. മെന്റാലിറ്റി